ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ മുഖപ്പേർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നിങ്ങൾ കണ്ടാൽ അറിയാം, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഫ്രെയിം കംപ്ലീറ്റ് അടിച്ച് അതിന് മേലെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചുമരിനെ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. വുഡിൽ ചെയ്ത പോലെ തന്നെയുള്ള ഒരു പൂജ യൂണിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഇത് വുഡിൽ ചെയ്തതല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൂജ യൂണിറ്റാണ്. ടാൻഡം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉപകാരം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു 50 കിലോ വരയ്ക്കും നിങ്ങൾക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ ഇതെടുത്ത് നമുക്ക് വാഷൊക്കെ ചെയ്തതിന് ശേഷം അതിൽ വയ്ക്കാം. ഇതുപോലെ പാർട്ടീഷൻ തട്ടി പിരിച്ചു കൊടുത്തിരിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫ്രെയിം, ബ്ലാക്ക് ട്യൂബ് ഹാൻഡിൽ, അതുപോലെ തന്നെ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിൽ. ഒരു വലിയൊരു പോർഷൻ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഹാങ്ങിങ് സെക്ഷന് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വിൻഡോ ആണ്, അതിനെ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡോർ ഉപയോഗിച്ചിട്ട് അവർക്കിത് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല ഇതിൽ നമ്മൾ മിററും അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടിൻഡർ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബുക്ക് ഷെൽഫിൻ്റെ ഏരിയ മാത്രം കവർ ചെയ്തിട്ടുള്ളത്. ഇത് താഴെയായിട്ട് ഇതുപോലെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പൺ ട്രാക്കും കൊടുത്തിട്ടുണ്ട്. A1 ഇൻറ്റീരിയേഴ്സിൻ്റെ 15 വർഷം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അലുമിനിയത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഇതിന് ഫുള്ളായിട്ട് കാണുക. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ മുഖപ്പേർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പിന്നിലുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 3 BHK ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. കിച്ചൺ, അതുപോലെ തന്നെ 3 ബെഡ്റൂംസ് ഉണ്ട്. അതല്ലാതെ പൂജ യൂണിറ്റ്, TV യൂണിറ്റ്, അങ്ങനെ ഒട്ടനവധി വർക്ക്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം അലുമിനിയത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സോ അലുമിനിയത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായി കാണുക. എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് വീട്ടിനകത്ത് പോയിട്ട് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ അകത്താണുള്ളത്. ഇവിടെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയാൻ ആദ്യം തന്നെ നമ്മൾ വീട്ടിലേക്ക് എൻട്രൻസ് ആവുന്ന ഏരിയയിൽ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ TV യൂണിറ്റിൽ മോസ്റ്റ്ലി എല്ലാവരും ബാക്ക് സൈഡിൽ ഇതുപോലെ ഫ്ലൂട്ടഡ് പാനൽസാണ് കൂടുതലും അധികവും യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാനലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതും ACP ഷീറ്റ് വെച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടാൽ അറിയാം, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഫുൾ ആൻഡ് ഫുൾ ഫ്രെയിം കംപ്ലീറ്റ് അടിച്ച് അതിന് മേലെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചുമരിനെ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നും പറ്റില്ല. സോ ഒരു ബാക്ക് പാനൽ കൊടുത്ത് അതിന് താഴെ തന്നെ ഒരു TV യൂണിറ്റ്, ഒരു ബോക്സും നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതും അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ഈ ബോക്സ് നിങ്ങൾ കണ്ടല്ലേ, ഇതിൻ്റെ ഓപ്പൺ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതും നമ്മൾ ACP ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ബോക്സ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ 2 ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നമ്മൾ സെറ്റർ ബോക്സൊക്കെ അകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് റിമോട്ടൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. സോ ഈ വീട്ടിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള TV യൂണിറ്റാണ്. നിങ്ങൾക്ക് കാണാം, എല്ലാം ACP ഷീറ്റിൽ വർക്ക് ചെയ്തെടുത്ത് അലുമിനിയം ഫ്രെയിം കൊണ്ട് നമ്മൾ ചെയ്ത ഒരു സൂപ്പറായിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ എൻഡിങ് ഏരിയയിലായിട്ട് നമ്മൾ ജസ്റ്റ് ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട് ഒരു വുഡൻ കളർ വരുന്ന രീതിയിൽ ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട് നമ്മളതിനെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു TV യൂണിറ്റാണ്. വലത് ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡിൽ ചെയ്ത പോലെ തന്നെയുള്ള ഒരു പൂജ യൂണിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഇത് വുഡിൽ ചെയ്തതല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അലുമിനിയത്തിൽ മാത്രം വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൂജ യൂണിറ്റാണ്. ഈ പൂജ യൂണിറ്റിൻ്റെ ഡോറാണ് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡോറിന് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ CNC വർക്ക് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഡോർ മാത്രം നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ജസ്റ്റ് ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. പുഷ് ചെയ്ത് നമ്മൾ അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു അകത്തും നമ്മൾ CNC വർക്ക് ചെയ്തിട്ട് ഇത് WPCയിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ടും
വർക്ക് ചെയ്തെടുത്ത് അതിന് ബാക്കിലായിട്ട് നമ്മൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും ഇരുവശത്തായിട്ട് നമ്മൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. വുഡൻ കളറിൽ എല്ലാം യുണീക്ക് ആയിരിക്കും, എല്ലാം ഒരേ കളറായിരിക്കും. അതിന് താഴെ തന്നെ ഇതുപോലെ രണ്ട് ഷെൽഫും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് നമ്മൾ WPC യിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള CNC കട്ടിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു പൂജ യൂണിറ്റാണ്. ഓക്കെ, ഇതിന് താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോൺ കൊടുത്തിരിക്കുകയാണ്. അതൊരു ബോക്സ് ടൈപ്പായിട്ട് നമ്മൾ അടിച്ചിരിക്കുകയാണ്. ഓക്കെ, കാണാം. ഇതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ പാറ്റേൺ തന്നെ. ഈ പൂജ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പൂജ യൂണിറ്റിൻ്റെ പ്രത്യേകത ഇതെല്ലാം നമ്മൾ ഒരു കളറാണ് മാക്സിമം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് പ്ലസ് വുഡ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചാനൽസ് കൂടെ നമ്മൾ ഇതിൻ്റെ വുഡൻ കളർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രഡീഷണൽ ആയിട്ട് ഒരു ക്ലാസിക് ലുക്ക് നമുക്ക് ഇത് തരുന്നതായിരിക്കും. സോ പൂജ യൂണിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഡോറ് കൂടെ ഒരു സ്പെഷ്യലാണ്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ 1 2 ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ TV യൂണിറ്റും അതുപോലെ തന്നെ പൂജ യൂണിറ്റും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പ്രധാനമായിട്ടും എല്ലാവരും കാത്തിരിക്കുന്നത് കിച്ചണിലോട്ട് പോകാനായിരിക്കും. നമുക്ക് കിച്ചണിലോട്ട് തന്നെ പോകാം വരും. സോ കിച്ചൺ കണ്ടതിന് ശേഷം നമുക്ക് ബെഡ്റൂംസ് ഒക്കെ പോയി കാണാം. ഒരു മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ തന്നെ ബോക്സ് ടൈപ്പിൽ വർക്ക് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം എല്ലാം നമ്മൾ ബോക്സ് ടൈപ്പിൽ വർക്ക് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ബോക്സ് ടൈപ്പിൽ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇതിൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം എല്ലാം ഷട്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാം നമ്മൾ ഡ്രോവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമ്മൾ ടാൻഡം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോവേഴ്സാണ്. ടാൻഡം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉപകാരം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു 50 കിലോ വരയ്ക്കും നിങ്ങൾക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം സാധനങ്ങൾ ഇതിനകത്ത് പോകും. അതുകൊണ്ട് പേടിക്കാതെ നമുക്ക് എത്ര വേണേലും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അതുമാത്രമല്ല എല്ലാം ഈസി ആക്സസ് ആയിരിക്കും, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്കിത് തുറക്കാനും. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ പോകുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് എല്ലാം ഈസി ആക്സസ് ആയിരിക്കും. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി, അതുപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ ടാൻഡം തന്നെയാണ് വെച്ചിട്ടുള്ളത്. ക്ലയൻറ്റ് പ്രത്യേകമായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് മാക്സിമം എനിക്ക് ഡ്രോവേഴ്സ് മതി. കാരണം ഈ ഡ്രോവേഴ്സ് വെച്ച് കഴിഞ്ഞാലുള്ള ഉപകാരം നമുക്കിങ്ങനെ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കുനിഞ്ഞ് പോയി അതിനകത്തൊരു പ്ലേറ്റ് എടുത്ത് അതൊക്കെ വളരെ നമുക്ക് ഭയങ്കരമായിട്ട് പിന്നീട് അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു തോട്ട് വരും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ആലോചിക്കുക, ഇതുപോലെ നമ്മുടെ കിച്ചണിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കിച്ചൺ വർക്ക്. സോ അതിന് തൊട്ടായിട്ട് നമ്മൾ ഒരു കട്ട്ലറി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് എടുക്കാം. അതുപോലെ തന്നെ ഇതെടുത്ത് നമുക്ക് വാഷൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വയ്ക്കാം. സോ PVCയുടെ കട്ട്ലറി തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക ഫ്യൂച്ചറിൽ കൂടെ. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ട്രാക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ട്രാക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അലുമിനിയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ACP ഷീറ്റാണ് നമ്മൾ ഇവിടെ മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ACP ഷീറ്റാണ്. ACP ഷീറ്റ് പ്ലസ് അലുമിനിയത്തിൽ ബ്ലാക്ക് ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് വാൾ ബോക്സ് നമ്മളോട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാൾ ബോക്സിൻ്റെ പ്രത്യേകത അതിലെ എല്ലാം നമ്മൾ ടിൻഡർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടിൻഡർ ഗ്ലാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ടിൻഡർ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മളവർക്കൊരു ബോക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനകത്തൊരു പാർട്ടീഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ടീഷന് താഴെയായിട്ട് നമ്മളൊരു സ്പേസ് റാക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് സൂക്ഷിക്കുന്ന രീതിക്ക് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെയുള്ള കംപ്ലീറ്റ് ലോഫ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇവിടെ അവർ സിവിൽ വർക്ക് ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ
നമ്മൾ അലുമിനിയത്തിൽ തന്നെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഇതിൻ്റെ കോർണർ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ കോർണർ സൈഡ് നോക്കാൻ അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ അലുമിനിയത്തിൽ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തെടുത്തുള്ള ഒരു ലോഫ്റ്റാണ്. എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയത്തിൽ ഇതുപോലെ ലോഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാരം വെക്കാൻ പറ്റുമോ, ഒരുപാട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർക്കുണ്ട്. ഒന്നും കൊണ്ട് പേടിക്കണ്ട. നമ്മൾ 15 ഇയേഴ്സ് വാറണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഉറപ്പും തരുന്നുണ്ട്. അതുപോലുള്ള ഒരു പരിപാടി നമ്മൾ അങ്ങനെ ഒന്നും കാണില്ല. നിങ്ങൾ ഇതിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, എത്ര ഭാരം വേണമെങ്കിലും വെക്കാം. കാരണം നമ്മൾ എത്ര സ്റ്റോർ ചെയ്താലും അത് ഭയങ്കരമായിട്ട് അത് വെയിറ്റ് താങ്ങും. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇത് വെക്കാവുന്നതാണ്. സോ അലുമിനിയത്തിൽ വർക്ക് ചെയ്യുന്നവർ ഇനി ഭയപ്പെടേണ്ടതില്ല. ഇതെല്ലാം ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക്. നമ്മളിത് 1-2 വീടുകളിലല്ല ചെയ്യുന്നത്, ഒരുപാട് വീടുകളിൽ നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ലോഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ലോഫ്റ്റിന് താഴെയായിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ എല്ലാത്തിലും നമ്മൾ പാർട്ടീഷൻ കൊടുത്ത്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോഫ്റ്റ് ഉൾപ്പെടെ എല്ലാത്തിലും നമ്മൾ ബാക്ക് പാനൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടതായിരുന്നു. കാരണം ഫ്യൂച്ചറിൽ ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണല്ലോ. സോ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി എന്ന് അവർ മുൻകൂട്ടി എന്നോട് ചോദിച്ചു. ഞാൻ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇന്നപോലെ പാനലിങ് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു സ്ഥലം വിടാതെ എല്ലാത്തിലും എവിടെയെല്ലാം കബോർഡ് വർക്ക് വരുന്നുണ്ട് അവിടെ എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ടും പാനലിങ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ ബോക്സ് ടൈപ്പായിട്ട് കബോർഡ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് അവർക്ക് ഇതുപോലെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അക്വ വരും മേ ബി. അതുപോലെ തന്നെ ഇതിൽ ഓവൻ വെക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് അവർ ചോദിച്ചിരുന്നത്. അങ്ങനെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് അവർക്ക് സിങ്ക് ഏരിയ വരുന്നത്. ഈ സിങ്ക് ഏരിയയുടെ താഴ് ഭാഗമായിട്ട് ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ അവർക്ക് ജസ്റ്റ് ഷട്ടർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബിക്കർ ബാസ്ക്കറ്റും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെയായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് ഏരിയ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് മാക്സിമം ഇതുപോലെ ലിക്വിഡ്സും മറ്റും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതിന് വേണ്ടി മാത്രം ഒരു സ്റ്റോറേജ് യൂണിറ്റ് ലാസ്റ്റ് എൻഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ കിച്ചൺ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാക്സിമം എല്ലാ ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ലോഫ്റ്റ് ഉൾപ്പെടെ ഇതും നമ്മൾ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലോഫ്റ്റാണ്. ഇതിപ്പോൾ ചിമ്നി ഇതിനകത്തൂടെയാണ് ചിമ്നിയുടെ കംപ്ലീറ്റ് പോയിട്ടുള്ളത്. അതെല്ലാം നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മളിതുപോലെ അവർക്ക് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സെൻട്രൽ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഒരു യുണീക്കായിട്ട് ഒരു ക്ലാസിക് കളറിൽ നമ്മൾ ACP ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ബ്ലാക്ക് ഫ്രെയിം മോസ്റ്റ്ലി യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിച്ചൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബാക്ക് പാനലിങ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടാണ് ഈ കിച്ചൺ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സോ കംപ്ലീറ്റ് കിച്ചൺ നമ്മൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മൊത്തം 3 ബെഡ്റൂം ഉണ്ട്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. റൂം നമ്പർ 1. ഇപ്പോൾ നമ്മൾ റൂം നമ്പർ 1 ബെഡ്റൂം 1ലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ നമ്മൾ ബ്ലാക്ക് ഫ്രെയിം ബെഡ് ഒരു HPL ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മളോട് ക്ലയൻറ്റ് ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ ഒരു ബേ വിൻഡോ സെറ്റപ്പിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളതിന് ഒട്ടും ഇല്ല എന്നുള്ള വാക്ക് പറയാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് 2 ഡോറും അതുപോലെ തന്നെ മറുവശത്ത് 1 ഡോറ് വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ലോഫ്റ്റും ആൻഡ് ബോട്ടവും കവർ ചെയ്തെന്ന് ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോട്ടം ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തു. അതിനകത്തും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് നൽകി. എന്നിട്ട് ഇതൊരു ബേ വിൻഡോ സെറ്റപ്പ് ആക്കി കൊടുത്തു. അപ്പോൾ ഇതിന് മേലെ തന്നെ ഒരു കുഷ്യൻ സംതിങ് എന്തെങ്കിലും ഇട്ട് അവർക്ക് റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാവുന്നതാണ്. അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാമായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. സോ അതെല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കുറച്ച് കാമായിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നൊരു
ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തു. കസ്റ്റമർ ഇതിൽ ഹാപ്പിയാണ്, ക്ലയൻറ്റ് ഇതിൽ ഹാപ്പിയാണ്. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഹാങ്ങിങ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മാക്സിമം ഹാങ് ചെയ്ത് വയ്ക്കാം. ഷോൾ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്കതിൽ ഹാങ് ചെയ്യാം. അതിന് താഴെയായിട്ട് ഇവിടെ ഒരു ഡ്രോവറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്രോവർ കൊടുത്ത് അത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റവും നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. അതിന് പുറമെ താഴെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, ഇവിടെ ഉള്ള എല്ലാത്തിലും നമ്മൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയെല്ലാം നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കും. വർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ അകത്ത് പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. മാക്സിമം ഇവിടെ ഹാങ്ങിങ് സെക്ഷൻ കൊടുത്ത് ബാക്കിയുള്ള സ്പേസ് എല്ലാം നമ്മൾ ഇതുപോലെ പാർട്ടീഷൻ തട്ടി പിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഫ്രെയിം, ബ്ലാക്ക് ട്യൂബ് ഹാൻഡിൽ, അതുപോലെ തന്നെ ബ്ലാക്ക് പ്രൊഫൈൽ ഹാൻഡിൽ, അങ്ങനെ ലോഫ്റ്റ് കംപ്ലീറ്റും നമ്മൾ കവർ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഡോർ വരുന്ന രീതിയിലും അവിടെ 1 ഡോർ വരുന്ന രീതിയിലും ഒരു വാർഡ്രോബ് സെറ്റപ്പും കൊടുത്ത് ഒരു ബേ വിൻഡോ രീതിയിൽ സെൻറ്ററിൽ വിൻഡോ വരുന്നതിനനുസരിച്ച് ഒരു ബേ വിൻഡോ രീതിയിൽ നമ്മളതിനെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് HPL ഷീറ്റാണ്. ഓക്കെ, HPL ഷീറ്റിലാണ് നമ്മൾ മോസ്റ്റ്ലി ഈ റൂം വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു താഴെ ഒരു ഡ്രോവർ കാണാം. ഇത് നമ്മൾ ബോക്സ് ഷേപ്പായിട്ട് ഒരു ഡ്രോവർ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ടൊരു മിററും കാണാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വലിയ മിററാണ്. ഇത് നമ്മൾ ഫേസ് ചെയ്യും നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റും നമുക്ക് ഇവിടെ നിന്ന് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊരു വിൻഡോ ആയിരുന്നു. സോ ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടു, ഇത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് തരണം, ഒരു ഫിക്സഡ് ആയാലും കുഴപ്പമില്ല, ഞങ്ങളത് തുറക്കാൻ പോകുന്നില്ല എന്നാണ് ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തുറക്കണമെന്ന മീൻസ് എന്തെങ്കിലും ഒരു ആവശ്യവശാൽ തുറക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ വിഷമിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുറക്കുന്ന രീതിയിലല്ലേ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ കൊടുത്തു. ഒരു ഡോർ സെക്ഷൻ യൂസ് ചെയ്തിട്ട് മിറർ അതിൽ പ്ലേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് തുറക്കാനും വിൻഡോ ആക്സസ് ചെയ്യാനും പറ്റും. ആവശ്യമില്ലാത്ത സമയത്ത് അത് നമുക്ക് ക്ലോസ് ചെയ്തും വയ്ക്കാം. അതിന് താഴെയായിട്ട് ഒരു ഡ്രോവറും കൊടുത്തു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റപ്പിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വളരെ ഹാപ്പിയാണ് ക്ലയൻറ്റ്. അത് പ്രത്യേകം നമ്മളോട് പറഞ്ഞു. ഇവിടെ ഉള്ളത് ഇതാണ്. ഇനി ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു ഓപ്പൺ റാക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു ഓപ്പൺ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു TV ഇവിടെ വരുന്നുണ്ട്. അതിന് അനുസൃതമായിട്ട് മീൻസ് TVക്ക് താഴെയായിട്ടൊരു ബോക്സ് ഉണ്ടെങ്കിൽ എന്നും അത് ഇതുപോലെ സെറ്റർ ബോക്സും മറ്റും വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ്. അതുകൊണ്ട് ഇതൊരു ഓപ്പൺ റാക്ക് വേണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓപ്പൺ റാക്ക് അവർക്കത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ബെഡ്റൂം 1 അതായത് റൂം 1 നമ്മൾ വാർഡ്രോബ് പ്ലസ് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആൻഡ് ഒരു TV യൂണിറ്റിൻ്റെ ബോക്സും കണ്ടു. ഇനി നമുക്ക് ബെഡ്റൂം 2 നമുക്ക് വരും. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബെഡ്റൂം 2 അതായത് ഇവിടെ റൂം നമ്പർ 2 നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിമല്ല നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും റോസ് ഗോൾഡിൽ ഒരു മാറ്റ് ഫിനിഷിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത്. ഒരു ഡാർക്ക് കളറാണ് മാറ്റ് ഫിനിഷ് കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതും റോസ് ഗോൾഡിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റ് ആൻഡ് ഒരു ഡ്രസ്സിങ് യൂണിറ്റും അതിൻ്റെ കൂടെ തന്നെ. സ്റ്റാർട്ടിങ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് ഷെൽഫായി തിരിച്ച് ഒരു വലിയ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ഇത് കണ്ടില്ലേ, ഒരു വലിയ ഒരു പോർഷൻ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഹാങ്ങിങ് സെക്ഷന് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രമാത്രം നമുക്ക് അവിടെ ഹാങ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. അതിന് താഴെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഷെൽഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് എല്ലാം വന്നിട്ട് ഒരു റോസ് ഗോൾഡാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രോ സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രോ സെറ്റപ്പ്. ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മൾ ബാക്ക് പാനൽ യൂസ് ചെയ്തു. എല്ലാത്തിലും നമ്മൾ ബാക്ക് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരു സ്ഥലം വിടാതെ നമ്മളെല്ലാത്തിലും ബാക്ക് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളിപ്പോൾ ലോഫ്റ്റും കണ്ടിട്ടുണ്ടാവും. ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് ആയിട്ട് അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാർഡ്രോബ്. അതല്ലാതെ ഇവിടെ നമ്മൾ 2 ഡ്രോവറും അതുപോലെ തന്നെ താഴെ ഒരു ക്ലോസിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ അറിയാം, ഇതൊരു എല്ലാം സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എല്ലാ സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഡോർ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിൽ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ ആണ്, അതിനെ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഡോർ ഉപയോഗിച്ചിട്ട് അവർക്കിത് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല ഇതിൽ നമ്മൾ മിററും അവർക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു വാർഡ്രോബ് പ്ലസ് ഡ്രസ്സിങ് യൂണിറ്റാണ്. ഇവിടെ നമ്മൾ മേലെ നമുക്ക് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ഇത്ര കുറച്ച് ലോങ് എന്നാലും കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഔട്ട്ഫിറ്റ് കാണാൻ പറ്റും. പിന്നെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോൾഡിങ് ടേബിളാണ്. കുറച്ച് സ്പേസൊക്കെ കമ്മിയുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് ഈ വർക്കിംഗ് ഏരിയയൊക്കെ ആവശ്യമുള്ളവരുണ്ടാവും. അവിടെ ഒരു ബോക്സ് ടൈപ്പിലൊന്നും നിങ്ങളൊരു വർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ഇതുപോലൊരു ഫോൾഡിംഗ് ടേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റഡി പഠിക്കാനാണെങ്കിൽ പഠിക്കാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ജസ്റ്റ് ഇതിനെ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസൊക്കെ യൂസ് ചെയ്യാം. സോ വളരെ വൃത്തിയായിട്ട് അത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ റൂം 2 നമ്മൾ കണ്ടു. മോസ്റ്റ്ലി നമ്മൾ ചെയ്ത വർക്കൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചെന്നു. മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഡാർക്ക് കളർ HPL ഷീറ്റാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല കംപ്ലീറ്റ് റോസ് ഗോൾഡിലാണ് നമ്മൾ ഈ റൂം കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് ഒരു മിറർ ഉണ്ട്, 2 ഡ്രോവർ ഉണ്ട്, ആൻഡ് ഒരു ഫോൾഡിംഗ് ടേബിൾ ഉണ്ട്. ഇത്രയുമാണ് നമ്മൾ ഈ റൂം 2 നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂം 3 പോകാം. റൂം 3. ഓക്കെ, ഞാൻ റൂം 3 കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബെഡ്റൂം 3 എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാം ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് വേറൊരു കളർ കോമ്പോയിലാണ് നമ്മൾ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലെ ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ലോഫ്റ്റ് താഴെയായിട്ട് വരുന്ന സമയത്ത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മളൊരു വാർഡ്രോബ് പ്ലസ് സ്റ്റോറേജ് ഏരിയ, ഒരു ബുക്ക് ഷെൽഫിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം നമ്മളവിടെ വിട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണാം. ഒരു ടിൻഡർ ഗ്ലാസ് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്താണ് നമ്മളൊരു ബുക്ക് ഷെൽഫ് ഏരിയ. ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ എല്ലാം ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ഒതുക്കി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് പ്ലസ് ബുക്ക് ഷെൽഫ് ആൻഡ് ഒരു സിറ്റിംഗ് ഏരിയ. ഇങ്ങനെ ഇതൊന്നും ഒരു സിറ്റിംഗ് ഏരിയ ആണ്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് അതിനകത്ത് സ്റ്റോറേജും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് പാർട്ടീഷൻ ചെയ്തിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതിന് തൊട്ടായിട്ട് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും തട്ട് ഇതുപോലെ കൊടുത്ത്, അതായത് ഉള്ളിൽ പാർട്ടീഷൻ കൊടുത്തിട്ട് ഒരു ഡ്രോവറും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ നമ്മൾ ഒരു മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോറിൽ തന്നെ ഒരു മിറർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് സെക്ഷനും അതിന് താഴെയായിട്ട് പാർട്ടീഷനും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ ബാക്ക് പാനൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇത് നമ്മൾ HPL ഷീറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. HPL ഷീറ്റ് പ്ലസ് ഒരു ബ്ലാക്ക് കളർ ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് കൊടുത്തിട്ടുള്ള ട്യൂബ് ഹാൻഡിലും നമ്മൾ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരു ബുക്ക് ഷെൽഫാണ്. സോ ആ ബുക്ക് ഷെൽഫിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ടിൻഡർ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബുക്ക് ഷെൽഫിൻ്റെ ഏരിയ മാത്രം കവർ ചെയ്തിട്ടുള്ളത്. ഇത് താഴെയായിട്ട് ഇതുപോലെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്, ഒരു ഓപ്പൺ ട്രാക്കും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതുപോലെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് ബുക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ താഴെയും സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ കംപ്ലീറ്റും അലുമിനിയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് പ്ലസ് ലോഫ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർഡ്രോബ് ആൻഡ് ഒരു ബുക്ക് ഷെൽഫ് ആൻഡ് ഒരു സിറ്റിംഗ് ഏരിയ, അങ്ങനെ ഒട്ടുമിക്ക സംഭവങ്ങളും ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വാർഡ്രോബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ ബെഡ്റൂം 3 ആണ് ഇത്. ഇനി അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഈ ഭാഗത്തോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും
നേരെ ഓപ്പോസിറ്റായിട്ടും അതേ കളർ കോമ്പോയിൽ തന്നെ നമ്മൾ ഇവിടെയും ഒരു വാർഡ്രോബ് സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ഡോർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ ലോഫ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോഫ്റ്റ് കവർ ചെയ്തിട്ട് അതിന് താഴെയായിട്ട് ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം തട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എംപ്റ്റി സ്പേസ് ആയിരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് നമുക്കൊരു അലമാരയുണ്ട്, നമ്മളത് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലമാരയാണ്. സോ അത് നമുക്കതിവിടെ വേണം. സോ അതിനനുസരിച്ചിട്ട് അത് കാണാത്ത രീതിയിലും നമുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മെഷർമെൻറ്റ് വെച്ച് ആ അലമാര ഇതിനകത്ത് പോകാനുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബോക്സ് ഉണ്ടാക്കി അതൊരു വാർഡ്രോബ് സെറ്റപ്പ് ചെയ്ത് അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ അലമാര വെച്ച് കഴിഞ്ഞാൽ കൂടെ ഈ ഡോറ് ക്ലോസ് ആകുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും. കാരണം നമ്മൾ ആ അലമാരയുടെ മെഷർമെൻറ്റ് വെച്ചാണ് നമ്മൾ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ അത് മാത്രം ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല, അത് കാണാൻ ലുക്കിലേക്കൊരു നന്നായിരിക്കില്ല എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ക്ലയൻറ്റും എങ്കിൽ ഇതും ടോപ്പ് വരയ്ക്ക് കൊണ്ടുപോയിക്കൊള്ളു പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പും കൂടി കവർ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഔട്ട്ഫിറ്റാണ്. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഭംഗി തന്നെ അറിയാൻ പറ്റുക. സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ അത് ഹൈഡ് ചെയ്യാനും പറ്റും, അതല്ലാതെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസും കിട്ടും. അപ്പോൾ നമ്മളിതാണ് ഇതിൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം 3 നമ്മൾ ഈ വോക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂം 2 കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു ഫോൾഡിങ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യ സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ മറ്റൊക്കെ സൗകര്യം വരുന്ന രീതിക്ക് നമ്മൾ ഒരു ഫോൾഡിങ് ടേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ആവശ്യം കഴിഞ്ഞാൽ അവർക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. സോ ആ സ്ഥലം വെറുതെ നമ്മൾ കുറേ സ്ഥലം ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് സ്പേസിനൊക്കെ ഇതുപോലുള്ള ഐഡിയാസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു, ആൻഡ് TV യൂണിറ്റ് കണ്ടു, പൂജ യൂണിറ്റ് കണ്ടു, TV യൂണിറ്റ് കണ്ടു. ഇനിയൊരു ഷൂ റാക്കും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വാഷ് ബേസിൻ കവറിങ് ഏരിയ ഉണ്ട്, അത് നമുക്ക് കാണാൻ വരും. അതിന് സെൻട്രലായിട്ട് നമ്മളിവിടെ ഒരു വാഷ് ബേസിൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വാഷ് ബേസിൻ ഏരിയ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കവറിങ് മാത്രം. ഓക്കെ. ആൻഡ് ഇവിടെ കുറച്ച് ഡേർട്ടി ആയിരിക്കും, കാരണം ഇവിടെ ഇനിയും വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഈ സൈഡിൽ വർക്ക് ഇനിയും ഫിനിഷ് ആയിട്ടില്ല. ഇനിയും പെയിൻറ്റിങ് വർക്ക് അങ്ങനെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ കുറച്ച് ഡേർട്ടി ആയിരിക്കും. പക്ഷേ നമ്മൾ ഔട്ടറായിട്ട് ഒരു ഷൂ റാക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറത്താണുള്ളത്. സോ പുറത്ത് നമ്മൾ ഒരു ഷൂ റാക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ കണ്ടില്ലേ ഈ വെയിൽ തട്ടുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ACP ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇവർക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ACP ഷീറ്റാണ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അകത്ത് കംപ്ലീറ്റ് ആയിട്ടും പാർട്ടീഷൻസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഷെൽഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഷൂ റാക്കിന് ആവശ്യമായ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അവർക്ക് അവരുടെ ഈ മഫ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്, ചൂല് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഔട്ടറിലാണ് വരുന്നത്. ഔട്ടറിൽ വരുന്ന സമയത്ത് നമ്മൾ HP ഷീറ്റ് അവരോട് പറയില്ല, മോസ്റ്റ്ലി ACP ഷീറ്റ് എന്നാണ് പറയുക. കാരണം വെയിലോ മഴയൊക്കെ കൊള്ളേണ്ടതാണ്. സോ ACP ഷീറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കാലം നീണ്ടു നിൽക്കും. അത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഇതൊരു ട്യൂബ് ഹാൻഡിലുമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെയായിട്ട് നമ്മൾ ഇതുപോലെ വെന്റിലേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഷൂ റാക്കും നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഈ വീട്ടിലെ എല്ലാം വർക്കും നമ്മൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു TV യൂണിറ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂജ യൂണിറ്റ്, ആ 2 ഭാഗങ്ങളിലായിട്ട് കിച്ചൺ ആൻഡ് ഫസ്റ്റ് ബെഡ്റൂം, താഴെ ഒരു വാഷ് ബേസിൻ കവർ, ഔട്ടർ ഏരിയയിൽ അതുപോലെ തന്നെ ഷൂ റാക്ക്. അതല്ലാതെ റൂം 2 and 3 നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വാർഡ്രോബ് സെറ്റപ്പും ഫോൾഡിംഗ് ടേബിളും അങ്ങനെ നിരവധി വർക്കുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മളൊരു ഹോം ഇൻറ്റീരിയർ ചെയ്ത വർക്കാണ്. സോ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, അലുമിനിയത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ കുറേ ഐഡിയാസ് ഉണ്ടാവും, എങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ള ഐഡിയാസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അലുമിനിയത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് അലുമിനിയത്തിൽ വർക്ക് ചെയ്യുക. എല്ലാ രീതിയിലുള്ള വർക്കും നമുക്ക് വുഡിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിലും അതല്ലാതെ
വുഡിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഇതിൽ വരത്തുമില്ല. നിങ്ങൾ പിന്നെ ഇതിൽ വെള്ളം തട്ടിയാലോ അല്ലെങ്കിൽ ഇതിൽ ചിതൽ വരുന്ന പ്രശ്നമോ അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല. സോ 100% നിങ്ങൾക്ക് സൂപ്പറായിട്ട് അലുമിനിയം വീട്ടിൽ വർക്ക് ചെയ്യാം. 15 വർഷം നമ്മൾ വാറണ്ടിയും തരുന്നുണ്ട്. A1 ഇൻറ്റീരിയേഴ്സിൻ്റെ 15 വർഷം വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അലുമിനിയത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഇതിന് ഫുള്ളായിട്ട് കാണുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. മറക്കാതെ നമ്മുടെ മാനേജേഴ്സിൻ്റെ നമ്പർ താഴെ ഉണ്ടാവും, നോട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കോൾ ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അവർക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം അവർ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.